മേലോട്ട് കയറിപ്പോന്നാ ഇതെപ്പോഴാണ് സംഭവം നടന്നേ? ഇത് 10-15 മിനിറ്റായി കണ്ടു. ആണല്ലേ? 15 മിനിറ്റിനുള്ളിൽ സംഭവം നടന്നു. അപ്പോൾ മറ്റേ വണ്ടിക്കാരൻ നല്ല സ്പീഡിലായിരുന്നു. ഏതാ ആ സ്പോട്ട് പറ്റിയില്ലേ ഇത്, ആ വണ്ടിയുടെ സ്പീഡിലായിരുന്നു. അതിൽ പറഞ്ഞ പയ്യന്മാർ ഒരു സീരിയസ് ആയിട്ട് പോയി കണ്ടിട്ട്. രണ്ട് ബൈക്കുകൾ തമ്മിലാണ് കൂട്ടിയിട്ടിരിക്കുക. ആ ബൈക്കിലാണ്. രണ്ടും ബൈക്കുകളാണ്. രണ്ടും ബൈക്കാണ്. ഈ ഒരു ബൈക്കാണ് നിശ്ശേഷമായിട്ട് ഇങ്ങനെ തകർന്ന് കിടക്കുന്നത് അല്ലേ? ആ അതെ. ഒരു ഗുരുതരമായ പരിക്കൊക്കെ ഉണ്ടോ? രണ്ട് പയ്യന്മാർ, ഒരാളെ ഞാൻ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയത്? ന്യൂസ് ചാനൽ തന്നെയല്ലേ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ന്യൂസ് കൊടുക്കുന്നതായിട്ട് നല്ല കാര്യം തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, മലയാളിക്ക് ഏറ്റവും വലിയ വേണ്ടതെന്ന് ഒരു ബോധവൽക്കരണം. ഈ ന്യൂസ് കൊടുക്കുന്നത് ഇതായിക്കോട്ടെ, ഒരാൾ വഴി കിടന്ന അയാളെ മിനിമം എടുത്തുകൊണ്ട് പോകാനുള്ള മാനുഷിക പരിഗണന. അയാൾ ആരായിക്കോട്ടെ, അയാൾ ഇനി എവിടത്തുള്ള പ്രശ്നമായിക്കോട്ടെ, അയാൾ വീണ് കിടന്ന അയാൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു മര്യാദ. അത് നമുക്കൊന്നും ഇപ്പം നിയമത്തിൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ള മാത്രം ഒരു കുഴപ്പമില്ലേ ഉള്ളൂ. പക്ഷേ യാതൊരു ബോധമില്ല. കാര്യം വഴിയിലൊക്കെ കിടന്ന പയ്യനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഈ കിടന്ന നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് പോകും. ആൾക്കാർ നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പറ്റുന്നതായിരുന്നു മെയിൻ. നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണ്, നമ്മളൊരാളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. നാളെ നമ്മുടെ മക്കൾക്കല്ല നമുക്കോ ആർക്കും ഒന്നും സംഭവിക്കുന്ന കാര്യങ്ങളുള്ളൂ. അങ്ങനെ ഈ സംഭവം നടന്നപ്പോൾ ആരും വന്നില്ല. ആരും എങ്ങനെ വരുന്ന ആരും അവർ വരാനായിട്ട് എല്ലാവർക്കും എന്താണ് പ്രശ്നം? കാര്യം തന്നെ നിയമമാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് ആദ്യം വേണ്ടത് നമുക്കുള്ള ഈ ഒരു ബോധവൽക്കരണമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുടെ ഒരാൾ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ അതിലെടുത്ത് അടുത്ത ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും വേണം. അത് ഞാൻ പറഞ്ഞേ, ഈ ന്യൂസ് കാണുന്നവർ ആരായാലും ശരി. ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ എത്ര മണിക്ക് സംഭവം നടന്ന ഉടനെ വന്നല്ലേ? ഞാൻ എൻ്റെ തൊട്ട് മുമ്പിലേ സംഭവം നടന്നതല്ലേ? നിങ്ങളെങ്ങനെ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയത്? ഞാനൊരു അവിടുന്ന് ഒരു ആട്ടോക്കാരൻ ചേട്ടൻ അയാളുടെ കൊണ്ടുപോയി. മെഡിസിൻ എവിടെ കൊണ്ടുപോയത്? ഞാൻ ഈ അടുത്ത ഷിയാടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവരുടെ ബന്ധു ഒരു ആട്ടോക്കാരൻ കണ്ടിട്ട് പുള്ളിക്കാരൻ അവരുടെ ഫാമിലി അറിയിച്ചാണ് അവർ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയെന്ന് അറിയാമോ? മെഡിസിൻ